കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിൽ NHAയുടെ വിശദ പരിശോധന നാളെ. സർവീസ് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കാൻ ജില്ലാ കളക്ടർ വിളിച്ച ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനമായി. അവിടുത്തെ അപകടം നടന്ന സ്ഥലത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തോടുകൂടി, അതായത് 7-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് NHA അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇടതുഭാഗത്തുള്ള ഇപ്പോൾ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗത പുനഃസ്ഥാപനം നടക്കുന്നത് 8-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമേ ആയിരിക്കുകയുള്ളൂ. കൂടാതെ പാനലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഇടതുഭാഗത്തുള്ള അപകടം നടന്ന ഭാഗത്തുള്ള പാനലുകൾ ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ട് നീക്കം ചെയ്യാൻ ആരംഭിച്ചു. ഇന്നിപ്പോൾ വലതുഭാഗത്തുള്ള പാനലുകൾ കൂടി നീക്കം ചെയ്യുന്നുണ്ട്. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അവിടെ താർന്നിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആരംഭിക്കും. വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഈ വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാഫിക് വാർഡന്മാരെ ഇവിടെ അധികമായിട്ട് 30 പേരെ നിയോഗിക്കും. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, നേരത്തെ സജു പറഞ്ഞതുപോലെ കൃത്യമായൊരു വിശദീകരണം NHAയുടെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കളക്ടർ പറയുന്നു എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് ഉൾപ്പെടെ ഗതാഗത യോഗ്യമാക്കുമെന്ന്. ചില്ലറ പണിയൊന്നുമല്ല അവിടെ ഉള്ളതെന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെ ഇതെത്ര വളരെ വേഗത്തിൽ പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് കളക്ടർ പറയുന്നു. തുടർ നടപടികളിലേക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇതിനോടകം കടന്നിട്ടുണ്ടോ? അമൃത, ദ്രുതഗതിയിലാണ് അവിടെ നിന്ന് മണ്ണ് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയത്ത് നിന്ന്, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന ദേശീയപാതയുടെ പ്രധാന ഭാഗത്ത് സർവീസ് റോഡാണ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഥമ പരിഗണന നൽകുന്നത് ആ റോഡ് അതായത് തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ചുകൊണ്ട് അതുവഴി 8-ാം തീയതിയോടുകൂടെ, അതായത് മറ്റ് തിങ്കളാഴ്ചയോടുകൂടെ അതുവഴിയുള്ള ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴും ഒരുപക്ഷെ ഈ വലിയ ലോഡ് വാഹനങ്ങളൊന്നും അതുവഴി കടത്തിവിടാനുള്ള ഒരു സാധ്യത ഇല്ല. അത് നിലവിൽ ഉള്ളതുപോലെ തന്നെ വഴി തിരിച്ചുവിടും. പക്ഷേ ആളുകൾക്ക് ബസ് ഉൾപ്പെടെയുള്ളവയ്ക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കുമെന്നുള്ളതാണ് പറയുന്നതല്ല. കാരണം ഈ കൊല്ലത്ത് നിന്നൊക്കെ വരുന്നവർ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറോളം അധികം സമയമെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. കളക്ടറുടെ യോഗത്തിൽ ഉയർന്നു വന്ന ചില നിർണായക തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനിയുള്ള പുനർനിർമ്മാണം എന്നുള്ളത് NHAയുടെ വിദഗ്ധ സമിതി നാളെ പരിശോധന നടത്തി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി പുനർനിർമ്മാണം എങ്ങനെയെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതിനി പില്ലറുകളിൽ വേണമോ അല്ലെങ്കിൽ നിലവിലുള്ളത് പോലുള്ള കാര്യത്തിൽ തന്നെ അത് വീണ്ടും കുറച്ചുകൂടെ ബലപ്പെടുത്തി ഓടയൊക്കെ ബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണം നടത്തണോ എന്നുള്ളൊരു കാര്യം അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ NHAയുടെ ഒരു വിദഗ്ധ സംഘം പരിശോധിക്കുന്നതിന് സമാന്തരമായി തന്നെ ജില്ലാ ജിയോളജിസ്റ്റ് ഒപ്പം തന്നെ PWD റോഡ്സ്, PWDയുടെ NHന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ മാത്രവുമല്ല ഈ ഗ്രൗണ്ട് വാട്ടർ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് അവരും പരിശോധന നടത്തും. നാളെ വൈകുന്നേരത്തോടു കൂടെ തന്നെ അവരുടെ പരിശോധനാ റിപ്പോർട്ടും ജില്ലാ കളക്ടർക്ക് കൈമാറും. ഇതുവരെയും എന്താണ് കൃത്യമായ ഒരു അപകടത്തിന്റെ കാരണം എന്നുള്ളത്, അതായത് ഇത്തരത്തിൽ തകരാനുള്ള കാരണം എന്നുള്ളത് മാത്രം വ്യക്തമാക്കിയിട്ടില്ല. കളക്ടർക്കും അത് പറയാൻ കഴിയുന്നില്ല. കാരണം NHA ആരെങ്കിലും ഒരു റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ, കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ അക്കാര്യം വ്യക്തമാക്കാൻ കഴിയുള്ളൂ എന്നാണ് കളക്ടർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. നാളത്തോടുകൂടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനടിയിൽ കൂടെ ഒരു ഓടയുണ്ടായിരുന്നു. മാത്രവുമല്ല അവിടെ ആ മണ്ണിട്ട് മണലൊക്കെ ഇട്ടുമ്പോൾ അതധികം ബലപ്പെടുന്നുണ്ടായിരുന്നില്ല. ചെമ്മണ്ണ് കൊണ്ടിട്ട പലതും അവിടെ ഇട്ടിരുന്ന ചെമ്മണ്ണ് പലതും ഏകദേശം 50 മീറ്ററോളം ആ ഓടയിലൂടെ ഒഴുകി മാറിക്കിടക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു പാകപ്പിഴ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ റോഡ് തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയായിരുന്നു. അമൃത.